അടുത്ത 3 മിനിറ്റുള്ളിൽ ബിറ്റ്കോയിൻ്റെ അടുത്ത മൂവ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വെൽക്കം. സോ ആദ്യം നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ തുടങ്ങി ലോവർ ടൈം ഫ്രെയിമിലോട്ട് വരാം. സോ അതുകൊണ്ട് മന്ത്ലി ചാർട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം മന്ത്ലി ചാർട്ടിൻ്റെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഔട്ട്ലുക്ക് എന്താണ്, ബിറ്റ്കോയിൻ്റെ ഔട്ട്ലുക്ക് ഇപ്പോഴത്തെ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. മന്ത്ലി ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മാർക്കറ്റ് ഇപ്പോഴും ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അപ് ട്രെൻഡിൽ എന്ന് പറയുന്നത്? അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് കൊണ്ടാണ് മന്ത്ലി ചാർട്ടിൽ മാർക്കറ്റ് അപ് ട്രെൻഡിലാണെന്ന് പറയുന്നത്. ആ സ്ട്രക്ചർ എന്താണ്? ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു കൺസൾട്ടേഷൻ, അതിനുശേഷം ഒരു ഹൈ, അതിനുശേഷം ഒരു ഹയർ ലോ, അതിനുശേഷം വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഒരു ഹയർ ലോ, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ 2022 ജൂലൈ മുതലേ ഇപ്പോഴും മന്ത്ലി ചാർട്ടിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്. ഓക്കെ, സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ പ്രൈസ് ബിഹേവിയർ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, ഇവിടെ 1, 2, 3, 4, 5 ഒരു ക്യാൻഡിൽ ഒരു മാസത്തെ ക്യാൻഡിലാണ്. സോ 1, 2, 3, 4, 5 മാസത്തിന് മുമ്പ് നടത്തിയിട്ടുള്ള ഈ ഒരു 9 മാസത്തെ സൈഡ് വേ അല്ലേ, ഇവിടെ ഒരു ചെറിയ റീ അക്കുമുലേഷൻ സോണാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അതായത് ഈ ഒരു സോണിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് നടന്നിട്ടുണ്ട്. സോ ഈ ഒരു അക്കുമുലേഷൻ നടന്നെടുത്തുനിന്ന് മാർക്കറ്റ് ഇപ്പം പൊട്ടിത്തെറിച്ച് മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി മാർക്കറ്റ് മുകളിലോട്ട് നിൽക്കുന്നതാണ് മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു വോളിയം പാർട്ടിസിപ്പേഷനും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം സെല്ലേഴ്സ് ഇവിടെ സെല്ലിംഗ് വോളിയം വീക്ക് ആവുന്നതും ഒരു സൈഡിൽ മറ്റൊരു സൈഡിൽ അതിനുശേഷം വന്നിട്ടുള്ള 2 ക്യാൻഡിലിൻ്റെ സെല്ലിംഗ് സൈഡ് നോക്കുമ്പോൾ വീക്കാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോളിയത്തോട് കൂടി ഒരു ബ്രേക്ക് ഔട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം 9 മാസം നടത്തിയിട്ടുള്ള ഈ ഒരു കൺസൾട്ടേഷന് ശേഷം വന്നിട്ടുള്ള വോളിയത്തോട് കൂടിയുള്ള ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇനി വരാൻ പോകുന്ന മന്ത്ലി ചാർട്ടിലെ അടുത്ത പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുവാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നേക്കഡ് ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മേജറായിട്ടുള്ള നമ്മുടെ മൊമെൻറ്റം നോക്കാനായിട്ട് നോക്കുന്ന നമ്മളുടെ EMA ലെവലുകൾ 7, 13, 21 ഈ 3 മേജറായിട്ടുള്ള EMA ലെവലിന് മുകളിലായിട്ടാണ് മാർക്കറ്റ് സ്റ്റേ ചെയ്യുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറും EMA ലെവലിനെ റെസ്പെക്റ്റ് ചെയ്ത് മുകളിൽ നിൽക്കുന്നത് കൊണ്ടും നമുക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റിലാണ്. മന്ത്ലി ചാർട്ടിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഫർദർ മാർക്കറ്റിൽ ഇനി വരുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം, ഇനിയും ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് വരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. സോ അടുത്ത് നമുക്കപ്പം വീക്ക്ലി ചാർട്ടിലോട്ട് വരാം. വീക്ക്ലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? വീക്ക്ലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ മാർക്കറ്റ് ഒരു റേഞ്ച് കാണിക്കാതെ ഒരു സൈഡ് വേ പോലെ കാണുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതിനകത്തോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് വീക്ക്ലി ചാർട്ടും സെയിം തന്നെയാണ്. നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ. എന്താണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് വരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു റീ അക്കുമുലേഷൻ സോൺ, അത് പൊട്ടിച്ച് വീണ്ടും മുകളിലോട്ട് പോകുന്നു. ഇവിടെ വീണ്ടും ഒരു റീ അക്കുമുലേഷൻ സോൺ, അത് പൊട്ടിച്ച് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. സോ ഇവിടെ വീണ്ടും ഒരു റീ അക്കുമുലേഷൻ സോൺ. സോ ഈ ഒരു റീ അക്കുമുലേഷൻ സോൺ എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള അക്കുമുലേഷൻ നടന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന, റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. സോ ഇവിടുന്ന് ഫർദർ മാർക്കറ്റ് നമ്മൾ മന്ത്ലി ചാർട്ട് നോക്കുന്ന ഇപ്പോഴത്തെ മന്ത്ലി ചാർട്ടിൻ്റെ ഒരു ഔട്ട്ലുക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഫണ്ടമെൻ്റലി ആയിട്ട് ക്ലബ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഓവറോൾ ഇപ്പോൾ ഒരു പ്രോ ടൈമിലാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ ആവശ്യത്തിന് ഒരു റേഞ്ച് തന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. പക്ഷേ അത് നമ്മൾ എപ്പോൾ കൺഫേം ആക്കും? ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫർദർ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മുടെ ലോങ് ഓപ്പർച്യൂണിറ്റികൾ നോക്കും. സോ വീക്ക്ലി ചാർട്ടിൽ മാർക്കറ്റ് എന്താണ്? മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണ്. നമ്മുടെ EMA ലൈനുകൾക്കും അതുപോലെ തന്നെ ഈ ഒരു മേജറായിട്ടുള്ള പ്രൈസ് ബിഹേവിയർ നമുക്ക് പറഞ്ഞു തന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് റെസ്റ്റ് എടുക്കുവാണ്. സോ സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് എന്താണ് ഒരു സൈഡ് വേ പോലെ കാണിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ഒരു 90 റേഞ്ചിൽ, അതായത് ഈ ഒരു റേഞ്ചിൻ്റെ
ഡെയിലി ചാർട്ടിലോട്ട് പോകുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അതായത് ഈ ഒരു റേഞ്ചിൻ്റെ ഈ ഒരു ലോ ലെവലിലോട്ട് ഒരു 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 ഫൈനൽ വിസിറ്റ് നമുക്ക് ഒരു 90 ലെവലിലോട്ട് മേ ബി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിറ്റ് കോയിൻ്റെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് DCA ചെയ്യുന്നതിനുള്ള ഒരു ബെസ്റ്റ് ബൈയിങ് ലെവലായിരിക്കും ആ ഒരു 90 റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ വീക്ക്ലി ചാർട്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷാണ്, മന്ത്ലിയിൽ ബുള്ളിഷാണ്, വീക്ക്ലിയിൽ ബുള്ളിഷാണ്. പക്ഷേ വീക്ക്ലിയിൽ നമ്മൾ സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കുന്നതായിട്ട് ഓക്കെ ഈ ഒരു 8-9 മാസത്തെ സൈഡ് വേക്ക് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി മാർക്കറ്റ് മുകളിലോട്ട് വന്നു. അതിനുശേഷം ഇവിടെ റെസ്റ്റ് എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഡെയിലിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഡെയിലിയിലോട്ട് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം, സൂം ഇൻ ചെയ്ത് നോക്കാം. ഡെയിലി ചാർട്ടിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു റേഞ്ച് മാർക്കറ്റിലാണെന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇവിടെ ഒരു മാർക്കറ്റ് എന്താണ്, ഒരു റേഞ്ച് മാർക്കറ്റാണ് അല്ലേ. റേഞ്ച് മാർക്കറ്റ് എന്താണ്, പുതിയ ലോ ക്രിയേറ്റ് ചെയ്യത്തില്ല, പുതിയ ഹൈയും ക്രിയേറ്റ് ചെയ്യത്തില്ല. ഇവിടെ നമുക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ലെവലിൽ കിടന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, കളിക്കുവാണ്. സോ നമുക്കറിയേണ്ടത്, നമുക്കിപ്പോൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് മന്ത്ലി ചാർട്ടിൽ മാർക്കറ്റ് സൂപ്പർ ബുള്ളിഷ് തന്നെയാണ് അല്ലേ. നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് മാർക്കറ്റ് അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ മന്ത്ലി ബുള്ളിഷാണ്. വീക്കിലി മാർക്കറ്റ് ഒരു ചെറിയ രീതിയിൽ സ്ലൈറ്റ്ലി ബുള്ളിഷാണ്. എന്നാൽ ഇപ്പോൾ മാർക്കറ്റ് റെസ്റ്റ് എടുക്കുകയാണ്, സ്ലൈറ്റ്ലി ബുള്ളിഷാണ് വീക്കിലി ക്യാൻഡിലിൽ. ഡെയിലിയിൽ ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താണ്, സൈഡ് വേ ആണ്. സോ ഇനി നമുക്കറിയേണ്ടത് ഡെയിലി ചാർട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു സൈഡ് വേക്കകത്ത് മാർക്കറ്റിൻ്റെ ബയ്യേഴ്സിൻ്റെ പ്രസൻസ് എത്രത്തോളം ഉണ്ട്, സെല്ലേഴ്സ് എത്രത്തോളം പവർ ഉള്ളതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം ഈ സൈഡ് വേക്കകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സൈഡ് വേക്കകത്ത് ബയ്യേഴ്സിൻ്റെ പ്രസൻസ് എത്രത്തോളം സ്ട്രോങ് ആണ്, സെല്ലേഴ്സിൻ്റെ പ്രസൻസ് എത്രത്തോളമാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സൈഡ് വേ മാർക്കറ്റിലോട്ട് ഇറങ്ങിപ്പോകാം. ഓക്കെ, സോ അതിനുവേണ്ടി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഹൈഡ് ചെയ്തിടാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കേ ഇവിടെ നമുക്കൊരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരുന്നു. അതായത് ഈ ഒരു സ്വിംഗ് ലോയെ ടാപ്പ് ചെയ്യുന്നു. ഇവിടെ ഒരു റിജക്ഷൻ തന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി. സോ ഇവിടെ ഈ ഒരു ബിഹേവിയർ ഈ ഒരു ലെവലിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു EMA ലെവലിനെ റെസ്പെക്ട് ചെയ്ത് താഴെ വന്നു, അതുപോലെ പുതിയ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നില്ല. സോ മാർക്കറ്റ് എന്താണ്, ഒരു സൈഡ് വേയിലോട്ട് പോകുകയാണെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം മാർക്കറ്റ് എന്തായിരുന്നു, താഴോട്ട് വന്നു. ഇത് 2 ലെവലിൽ ഇവിടെ ടച്ച് ചെയ്തല്ലോ. സോ ഇതൊരു സപ്പോർട്ട് സോണാണ്. സോ നമുക്കതൊന്ന് ഇനിയൊന്ന് മാർക്ക് ചെയ്യാം. ഈ റേഞ്ചിൻ്റെ സപ്പോർട്ട് ഇവിടെ എടുത്തു, വീണ്ടും ഇതിൻ്റെ പുതിയൊരു ഹൈ, അതായത് ഈ ഒരു ഹൈയുടെ അടുത്ത് വന്ന് റെസ്പെക്ട് ചെയ്ത് വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നു. സോ നമുക്ക് ഈ ഒരു സൈഡ് വേയുടെ ഹൈയും നമുക്ക് എന്ത് ചെയ്യാം, പ്ലോട്ട് ചെയ്യാം. സോ നമുക്കപ്പം ഇതെന്തായിട്ട് മനസ്സിലായി, ഇതൊരു സൈഡ് വേ ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇതിൻ്റെ ഹൈ ഇവിടെ നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ സപ്പോർട്ട് ഏരിയ അതായത് ഈ ഒരു സൈഡ് വേയുടെ ലോയും മനസ്സിലായി, ഹൈയും മനസ്സിലായി. ഓക്കെ, സോ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഈ ഒരു റേഞ്ച് മാർക്കറ്റിനകത്ത് വന്നിട്ട് ലിവറേജ് ട്രേഡ് ചെയ്യുന്ന ഒരു സംഭവം. അതായത് പലരും ഇൻസ്റ്റാഗ്രാമിൽ പോലും എൻ്റെ അടുത്ത് പറയും, സൈഡ് വേ മാർക്കറ്റിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് പലരും വെല്ലുവിളിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവരൊക്കെ ഒന്നെങ്കിൽ അവർ ചെയ്യുന്ന റിസ്ക്കും അവരെടുക്കുന്ന റിസ്ക് എന്താണ്, അവരെടുക്കുന്ന റിവാർഡ് എന്താണെന്നുള്ള തരത്തിലുള്ള ഒരു ബന്ധവും അറിയാത്തവരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് സൈഡ് വേയിൽ പോയി ട്രേഡ് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രോപ്പറായിട്ട് ഇതിൽ നൂബീസ് ആയിട്ടുള്ളവരാണ് ഈ ഒരു റേഞ്ചിൽ വന്നിട്ട് വെല്ലുവിളിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതും ഞാൻ അഡ്വൈസ് ചെയ്യുന്നതും ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. സൈഡ് വേ മാർക്കറ്റിൽ നമുക്കവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ, നമുക്കവിടെ ഒരു ട്രെൻഡ് മാർക്കറ്റിൽ ഒരു മൊമെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു മൊമെൻറ്റും ഇല്ലാതെ ലോവർ ടൈം ഫ്രെയിമിൽ പോയി ട്രേഡ് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമുക്ക് ഒന്നെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് ഒരു പ്രസൻസ് വേണം, ഒരു അപ്സൈഡ് വേണം, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് വേണം. അതായത് മുകളിലോട്ട് വാങ്ങിക്കാൻ ഒരു വോളിയം വേണം, ഒരു ബൈയിങ് പ്രഷർ വേണം, അല്ലെങ്കിൽ താഴോട്ട് സെല്ല് ചെയ്യാൻ ഒരു പ്രസൻസ് വേണം. ഇത് രണ്ടും ഇല്ലാത്തൊരു മാർക്കറ്റിൽ നിങ്ങൾ ലോങ് അടിച്ചിട്ട് വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, എവിടെ നിങ്ങളുടെ ബാക്കിയുള്ള ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും, നിങ്ങളുടെ റിസ്ക് റിവാർഡ് നിങ്ങൾക്ക് എവിടെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വെല്ലുവിളിക്കുന്നവരോടും അല്ലാത്തവരോടാണ് എനിക്ക് പറയുള്ളത്. നിങ്ങളിപ്പം ഡെയിലി ചാർട്ടിൽ, പ്രത്യേകിച്ച് ബിറ്റ്കോയിൻ്റെ കേസിൽ ഇത്രയും വോളറ്റാലിറ്റി ഉള്ള മാർക്കറ്റിൽ ഒരു റേഞ്ചും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പോയി ട്രേഡ് ചെയ്യരുത്. അതിന് പോംവഴികളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇങ്ങനൊരു റേഞ്ചാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ലോ വരുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. റേഞ്ചിൽ ലോ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ട്. അതായത് മെയിൻ ട്രെൻഡിന് അലൈൻ ആയിട്ടുള്ള രീതിയിൽ ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, മെയിൻ ട്രെൻഡ് അപ് ട്രെൻഡ് ആണെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് റേഞ്ചിൻ്റെ ലോ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതുകൊണ്ട് തെറ്റില്ല.
ഓക്കെ, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും വെയിറ്റ് ചെയ്യുന്ന പോലെ നമ്മളുടെ മെയിൻ ട്രെൻഡിനോടൊപ്പമുള്ള സൈഡ് വേക്ക് ശേഷം വരുന്ന ബ്രേക്കൗട്ട്. ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം നമുക്കൊരു അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ ഡെയിലി ചാർട്ടിൽ ഒരു ഹയർ ഹൈ, അപ് ട്രെൻഡിൻ്റെ സ്ട്രക്ചർ അറിയാലോ, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോ ടൈം ഫ്രെയിമിൽ പോയി നിങ്ങൾ ട്രേഡ് ചെയ്തോ, ഒരു കുഴപ്പമില്ല. കാര്യം നമുക്കവിടെ മൊമെൻറ്റം ഉണ്ടല്ലോ മാർക്കറ്റിൽ. നമ്മളിപ്പോൾ ആ പോകുന്ന ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് പോകാനുള്ള ആ ഒരു അക്യുറസി കൂടുതലായിരിക്കും. അല്ലാത്തുള്ള ഒരു മാർക്കറ്റിൽ പോയിട്ട് ഞാൻ ട്രേഡ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവർക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒരു വക അറിയാത്തവരാണ്. സോ നിങ്ങൾ ഒന്നെങ്കിൽ മാർക്കറ്റ് ബ്രേക്കൗട്ടിന് ശേഷം ഒരു ഹയർ ടൈം ഫ്രെയിമിൽ അറ്റ്ലീസ്റ്റ് ഡെയിലി ചാർട്ടിലെങ്കിലും ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചർ, ഒരു ബുള്ളി സ്ട്രക്ചർ നിങ്ങൾ കാണുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് കിട്ടി ഇവിടെ ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചർ വന്നു കഴിഞ്ഞാൽ ലോവർ ടൈം ഫ്രെയിമിൽ നമ്മൾ എന്തെങ്കിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കും. അതിൽ ഒരു എൻട്രി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയി ലോങ് അടിക്കുന്നുണ്ട്, തെറ്റില്ല. എങ്ങനെ ഡെയിലി ചാർട്ടിൽ നമുക്കൊരു ഈ ഒരു റേഞ്ച് പൊട്ടിച്ചതിന് ശേഷം റേഞ്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ. അതല്ലെന്നുണ്ടെങ്കിൽ റേഞ്ച് മാർക്കറ്റിൽ ഈ ഒരു ലോ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോങ് ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. ഇനി നിങ്ങൾക്ക് ഈ റേഞ്ചിൻ്റെ അകത്ത് ഇവിടെ കിടന്ന് കളിക്കുന്നിടത്തും ഇവിടെയൊക്കെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ അപ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ചെറിയ എമൗണ്ട് വെച്ച് മാത്രം ട്രേഡ് ചെയ്യുക. വളരെ ചെറിയ റിസ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. കാര്യം നിങ്ങൾ എന്തൊക്കെ അനാലിസിസും എന്തൊക്കെ ബുള്ളിഷ് പ്രൈസ് ബിഹേവിയറോ എന്തൊക്കെ നിങ്ങൾ അവിടെ ചെയ്താലും, ഈ ഒരു മെയിൻ ട്രെൻഡിന് അലൈനായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്താലും അത് ട്രാപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ആക്യുറസി കുറവായിരിക്കും. സോ നിങ്ങൾ ചെറിയ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ലോങ് ഓപ്പർച്യൂണിറ്റി കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. സോ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള റേഞ്ച് മാർക്കറ്റിൻ്റെ മെയിൻ ട്രെൻഡ് നോക്കി ഇനി എങ്ങോട്ടാണ് ബ്രേക്കൗട്ടാണ് വരാൻ സാധ്യതയെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോ വലുതാക്കാനേ ഈ ഒരു സമയത്ത് ഞാൻ ശ്രമിക്കത്തുള്ളൂ. ഓക്കെ. റേഞ്ച് ലോ വരുന്ന സമയത്ത് അൾട്ട്കോയിനിലൊക്കെ നല്ലൊരു ഡിപ്പ് കിട്ടും. ആ ഒരു സമയത്ത് ഞാൻ പോർട്ട്ഫോളിയോ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് വാങ്ങിച്ചു കൂട്ടാനുള്ള കാര്യങ്ങളെ നോക്കത്തുള്ളൂ. സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ചെറിയ എമൗണ്ടിൽ മാത്രം നമ്മൾ പറയുന്ന ഇപ്പോൾ 4 ഹവറിലോ അല്ലെങ്കിൽ 1 ഹവറിലോ 15 മിനിറ്റിലോ ഒരു മെയിൻ ട്രെൻഡിൽ ഒരു അപ് ട്രെൻഡ്, ഇതിനകത്ത് നമുക്കൊരു അപ് ട്രെൻഡ് എന്നാൽ ലോവർ ടൈം ഫ്രെയിമിൽ ചെറിയ എമൗണ്ടിൽ മാത്രം ട്രേഡ് ചെയ്യും. ഓക്കെ. കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ട്രെൻഡിങ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എമൗണ്ടിൽ വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിപ്റ്റോയിൽ നിന്ന് എക്സിറ്റ് ആയി പോകൂടെ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓക്കെ. അതൊക്കെ വിട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നത്, നമുക്ക് ഈ ഒരു ഡെയിലി ചാർട്ടിൽ നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെറിയ എമൗണ്ട് വെച്ച് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ബയേഴ്സ് ആണോ കൂടുതൽ അല്ലെങ്കിൽ സെല്ലേഴ്സ് ആണോ കൂടുതലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. സോ ഞാൻ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതുവരെ പറഞ്ഞ അനാലിസിസ് ചെയ്യുന്നത് പ്യുവർലി നേക്കിഡ് ചാർട്ട് വെച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്ക് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള, ഓക്കെ, അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. സോ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കേ, ഇവിടെ നമുക്ക് ഇതെന്തായാലും സൈഡ് വേ മാർക്കറ്റാണ്, നമുക്കൊരു ട്രെൻഡ് മാർക്കറ്റിൽ ഇല്ല എന്നുള്ള കാര്യം അറിയാം. സോ നമുക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ എന്താണ്, റേഞ്ച് മാർക്കറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. സോ നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയേണ്ടത്. ഓക്കെ. ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് പറയുന്നത് സൈഡ് വേക്ക് അകത്തുള്ള ഒരു മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്യുറസി കുറവായിരിക്കും. അത് നിങ്ങളുടെ ബോധ്യത്തിലുണ്ടായിരിക്കുക. സോ ഇവിടെ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ഒരു റേഞ്ച് ലോ വിസിറ്റ് ചെയ്താൽ ഇവിടുന്ന് ഒരു ഇതുപോലൊരു റിജക്ഷൻ ക്യാൻഡിലോ ഇതുപോലൊരു റിജക്ഷനോ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടുന്ന് ഫർദർ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ഹൈയോ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ മിഡ് റേഞ്ചിലോട്ട് അറ്റ്ലീസ്റ്റ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് ലെവലിലൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. സോ നമുക്ക് മനസ്സിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. സോ അതിനുവേണ്ടി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഇവിടം വരെയുള്ള ഈ ഒരു പ്രൈസ് ബിഹേവിയർ, നമുക്ക് പ്യുവർ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നമുക്ക് നേക്കിഡ് ചാർട്ടിലൊന്ന് നോക്കാം. എന്താണ് മാർക്കറ്റ് നമ്മളോട് പറഞ്ഞു തന്ന സ്റ്റോറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. സോ അതിനുവേണ്ടി നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ മാർക്കറ്റ് എന്താ സംഭവിച്ചത്, ഈ ഒരു റേഞ്ച് ഹൈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വിസിറ്റും അതിനുശേഷം ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് പ്രഷറും കാരണം മാർക്കറ്റ് ഇവിടെ ഈ ഒരു റേഞ്ച് ഹൈ വിസിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഈ ഒരു ബ്രേക്കൗട്ട് തരാനായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫെയിലായതിനു ശേഷം ഇവിടുന്ന് എന്ത് സംഭവിച്ചു, ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. നമ്മുടെ ഈ ഒരു ഡൈനാമിക് സപ്പോർട്ടിൽ അവസാനത്തെ ഈ ഒരു ഡൈനാമിക് സപ്പോർട്ടിൽ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോയി. സോ ഇതെന്താണ്, ഇതൊരു ഹൈ ആണ് അല്ലേ, ഇതെന്താണ്, ഇത് ഒരു പുതിയ ലോയാണ് അല്ലേ, ഇതൊരു ലോയാണ്, പുതിയ ലോ അല്ല, ഇതൊരു ലോയാണ്. ഓക്കെ. സോ അതിനുശേഷം ഈ ഒരു പുതിയ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തപ്പം നമ്മളുടെ പഴയ ഹൈയെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയോ, ഈ ഹൈക്ക്
പറ്റിയില്ല. കാര്യം എന്താണ്? മാർക്കറ്റിൻ്റെ മെയിൻ സ്വഭാവം എന്ന് പറയുന്നത് സൈഡ് വേ ആണ്. സോ തീർച്ചയായും പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്തോ മൊമെൻറ്റോ മാർക്കറ്റിലില്ല. സോ ഇതെന്താണ്? ഇതൊരു ലോവർ ഹൈ ആയിട്ട് മാറി അല്ലേ? ഇതിനെ ബ്രേക്ക് ചെയ്യാത്തതുകൊണ്ട് ഇതൊരു ലോവർ ഹൈ ആണ്. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് താഴെ വന്നു. സോ ഇവിടെ എന്താണ്? ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? മാർക്കറ്റ് ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുന്നു. സോ ഇവിടെ വീണ്ടും ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ഈ ഒരു ഡൈനാമിക് സപ്പോർട്ടിൽ വന്നിട്ട് ഡൈനാമിക് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ട് വരുന്നു. സോ ഈ ഒരു ക്യാരക്ടർ നിങ്ങൾ 4 ഹവറിലോട്ട് പോയാൽ ഇത്രയും കൂടെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുമേ. സോ ഈ ഒരു ക്യാരക്ടർ എന്താണ്? ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ക്യാരക്ടറാണ് അല്ലേ? സോ ഈ ഒരു സൈഡ് വേക്ക് അകത്ത് ഇവിടെ മാർക്കറ്റിൽ ഒരു സെല്ലേഴ്സ് നല്ല രീതിയിൽ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് തകർമയായിട്ട് പൊക്കോണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ഈ ക്യാൻഡിൽസിൻ്റെ സ്വഭാവം നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, തീരെ ബലമില്ലാത്ത ക്യാൻഡിലുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് തീരെ ബലമില്ലാത്ത ബോഡികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? 1 2 3 4 5 ദിവസമായിട്ട്. സോ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബയ്യേഴ്സിൻ്റെ നല്ല ബൈയിങ് പ്രഷറുണ്ട്. കാര്യം എന്താണ്? ഇവിടെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് ഇവിടുന്ന് ഒരു ഡിക്ലൈൻ വന്നു. പുതിയൊരു ലോ ഇവിടെ താഴോട്ട് മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. വേണമെങ്കിൽ മാർക്കറ്റിന് പുതിയ ലോ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വരായിരുന്നു. പക്ഷെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഈ ഒരു ലെവൽ എത്തുന്ന സമയത്ത് തന്നെ മാർക്കറ്റിൽ എന്ത് ചെയ്തു? ഒരു ബൈയിങ് പ്രഷർ ഈ ഒരു ലെവലിൽ വരുന്നതായിട്ട് നമുക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും അല്ലേ? കാര്യം എന്താണ്? മാർക്കറ്റ് സ്ട്രോങ് ആയിരുന്നുണ്ടെങ്കിൽ, സെല്ലേഴ്സ് സ്ട്രോങ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തേനെ. മനസ്സിലായോ? അറ്റ്ലീസ്റ്റ് ഒരു സ്കാമി ആയിട്ടുള്ള വിക്കെങ്കിലും നമുക്ക് താഴോട്ട് കിട്ടിയേനെ. അങ്ങനെ പോലും തരാതെ പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റിന് പറ്റുന്നില്ല. സോ ഇവിടെ ഈ ഒരു ലെവലിൽ ബയ്യേഴ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട്. കാരണം പുതിയ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവിടുന്ന് വന്നിട്ടുള്ള ഈ ഒരു ഡിക്ലൈൻ, ഇവിടുന്ന് വന്നിട്ടുള്ള ഈ ഒരു ഡംപ് ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് സെല്ലേഴ്സ് ക്ഷീണിക്കുന്നു. ഫർദർ അവർക്ക് താഴോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഏകദേശം 1 2 3 4 5 6 ഏകദേശം ഒരു 15 ദിവസത്തോളം മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഒരു ചെറിയ ഈ ഒരു സൈഡ് വേക്ക് അകത്തൊരു സൈഡ് വേ ഇവിടെ ഇങ്ങനെ എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഫർദർ മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സെല്ലേഴ്സിന് സാധിക്കുന്നില്ല. സോ ഇവിടെ ഒരു ബയ്യേഴ്സിൻ്റെ, ഇവിടുത്തെ ഈ ക്യാൻഡിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ബയ്യേഴ്സിൻ്റെ പ്രസൻസ് ഈ ഒരു ലെവലിൽ സ്ട്രോങ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? സോ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവിടെ അതായത് ബയേഴ്സ് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. സോ മാർക്കറ്റ് മുകളിലോട്ട് ഒരു പുഷ് തരുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയയും കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മളിപ്പം ഒരു ട്രെൻഡ് ലൈനും കൂടെ വരച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈനും കൂടെ വരയ്ക്കാം. ഈ ഒരു ട്രെൻഡ് ലൈനും കൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? നമുക്ക് കൂടുതൽ കൺഫർമേഷൻ ഇവിടെ കിട്ടും. അതായത് നോക്കൂ, ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ലോ, ഒരു ഹൈ, ഒരു ലോ, ഒരു മേലോട്ടൊരു ഹൈ. ഫർദർ മാർക്കറ്റിനെ താഴോട്ട് ഈ ഒരു ഡൗൺ ട്രെൻഡ്, അതായത് സെല്ലേഴ്സിൻ്റെ കാഠിന്യം കാണിച്ചു തരുന്ന ഈ ഒരു ക്യാരക്ടർ മാർക്കറ്റിനെ ഇവിടുന്ന് ഫർദർ താഴോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. ഈ ഒരു ലെവലിൽ മാർക്കറ്റിനെ പിടിച്ചു നിർത്താനായിട്ട് ബയ്യേഴ്സിന് പറ്റി. ഫർദർ അവരെ താഴോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ബയ്യേഴ്സിന് അവിടെ പ്രസൻസ്, അവരുടെ ശക്തി കൂടിയെന്ന കാര്യം നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനൊരു കൺസൾട്ടേഷൻ എടുക്കുന്നത് തന്നെ ഒരു ബുള്ളിഷ് സിനാരോ ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. സോ പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ ഒരു സഡൻ ആയിട്ടുള്ള ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടോ? ഇത് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഈ കോവിഡിൻ്റെ, ചൈനയിൽ വീണ്ടും കോവിഡ് സ്പ്രെഡ് ആവുന്നു, ഒരു ടൈപ്പ് ഓഫ് കോവിഡ് സ്പ്രെഡ് ആവുന്നു എന്നുള്ള റൂമറും, അതുപോലെ ബൈബിറ്റിൻ്റെ ഏറ്റവും വലിയ ക്രിപ്റ്റോയിൽ നടന്നിട്ടുള്ള ഹാക്കിൻ്റെ ഇഷ്യൂവും കൊണ്ട് സഡനായിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് ഒരു റീടെസ്റ്റ് തന്നതാണ്. എന്നിരുന്നാൽ പോലും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ആവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് മാർക്കറ്റിന് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിൽ ട്രെൻഡ് ലൈനിൽ റീടെസ്റ്റ് എടുത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത്രയും കൂടെ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഡെയിലി ചാർട്ടിൽ ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. 4 ഹവറിൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. സോ ഇനി നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇനി എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം മാർക്കറ്റ് ഇപ്പം ബുള്ളിഷാണ്, സൈഡ് വേക്ക് അകത്ത് മാർക്കറ്റ് ഇപ്പോൾ ബയേഴ്സ് ആണ് കൂടുതൽ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടല്ലോ, ഈ 3 ഡൈനാമിക്, അതായത് 21 എന്നുള്ള ഈ ഒരു EMA ലെവലുകൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഫർദർ ഈ ഒരു 102 ലെവലിൽ ടച്ച് ചെയ്യും. പിന്നീട് ഈ ഒരു 102 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 106 എന്നുള്ളത്, അതായത് നമ്മളുടെ ഈ ഒരു മെയിൻ
ഈ ഒരു റേഞ്ചിൻ്റെ ഹൈ ആയ 106 ലെവലിലോട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു EMA ലെവലിന് മാർക്കറ്റ് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ ഡെയിലി ചാർട്ടിൽ നമുക്ക് ഈ ഒരു EMA ലെവലിന് മുകളിൽ ഒരു ക്ലോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫർദർ മാർക്കറ്റ് എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടായിട്ടുള്ള അതായത് ഈ ഒരു ലെവലിൽ ഉണ്ടായിട്ടുള്ള ബയേഴ്സിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഈ ഒരു EMA ലെവലിന് മുകളിൽ ഒരു ബ്രേക്കും ക്ലോസും ചെയ്യുമ്പോൾ അത് ട്രിഗർ ആവുകയും ഇവിടുന്ന് ഒരു ഹയർ ഹൈ, ഓക്കെ 4 ഹവറിൽ പ്രത്യേകിച്ച് നമുക്കൊരു ഹയർ ഹൈ ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതൊരു 102 ലെവൽ വരെ പോകും. 102ൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് കിട്ടുവാണെങ്കിൽ 106 പോകും. അതല്ല ഇവിടുന്ന് നമുക്ക് 4 ഹവറിലോ, ഓക്കെ ആദ്യത്തെ കൺഫർമേഷൻ നിങ്ങൾക്ക് 4 ഹവറിൽ ഉറപ്പിക്കാം, അല്ലെങ്കിൽ ഡെയിലിയിൽ. ഓക്കെ, ഇവിടെ നിന്നൊരു റിജക്ഷൻ ക്യാൻഡിൽ വല്ലതും കിട്ടുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് സൈഡ് വേ ആയതുകൊണ്ട് വീണ്ടും ഈ ഒരു ലോ വിസിറ്റ് ചെയ്യാനായിട്ട് വരാം. ഓക്കെ, ഇൻ കേസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ 102 പോകും. 102ൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാം, 106ൽ നിന്ന് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. 106ൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രക്ചർ, അതായത് സെല്ലേഴ്സിനെ വീക്ക് ആക്കുന്ന രീതിയിൽ ബയേഴ്സിൻ്റെ പ്രസൻസ് കാണിക്കുന്ന എന്തെങ്കിലും ബിഹേവിയർ, ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് അവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അന്നേരം നമുക്ക് ബ്രേക്കൗട്ടിനെ പറ്റി, നമ്മൾ കാത്തിരുന്ന ഈ ഒരു റേഞ്ചിൻ്റെ ബ്രേക്കൗട്ടിനെ പറ്റി സംസാരിക്കാം. ഇപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ ഈ ഒരു EMA ലെവലിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ്, അതായത് 98K എന്ന് പറയുന്ന റേഞ്ചിന് മുകളിൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 102ൽ നിന്നും 102 ടച്ച് ചെയ്യാനും 102ൽ നിന്ന് 106 പോകാനുള്ള ചാൻസസ് 102 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മൈനറായിട്ടുള്ള ഈ ഒരു സപ്പോർട്ടും മൈനറായിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും നിങ്ങൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിരിക്കുക. അങ്ങനെ ഒരു നല്ലൊരു ക്ലോസ് കിട്ടുവാണെങ്കിൽ 4 ഹവറിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആദ്യത്തെ കൺഫർമേഷൻ വരുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ഒരു അനാലിസിസിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഓക്കെ, മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഔട്ട്ലുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, സൈഡ് വേക്ക് അകത്തുള്ള ഇപ്പോൾ ആരാണ് മാർക്കറ്റിൽ ഈ ഒരു സൈഡ് വേക്ക് അകത്ത് മേജർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്, മാർക്കറ്റിൽ എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ന്യൂസ് ട്രിഗർ ചെയ്താൽ ഇതൊക്കെ ഫെയിൽ ആവും. അതല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ട്രിഗർ ചെയ്യും. സോ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ഒരു ബുള്ളിഷ് സിനാരോ ആക്റ്റീവ് ആവണം, അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ബയേഴ്സ് കൂടുതൽ അവരുടെ പ്രസൻസ് കാണിച്ചു തരണമെങ്കിൽ ഈ ഒരു 98 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം, ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ 4 ഹവറിൽ നല്ല വോളിയത്തോടു കൂടി ഒരു ബ്രേക്കും ക്ലോസും കിട്ടണം. ഓക്കെ, സോ ഇതാണ് മാർക്കറ്റിൻ്റെ എനിക്കിപ്പോൾ പറയാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ലൈവ് അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രിപ്റ്റോ ടോക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ടെലിഗ്രാമിൽ ഏകദേശം 100,000 മുകളിൽ ആൾക്കാരുണ്ട്. നിങ്ങൾ ബയോയിൽ ഞാൻ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എല്ലാ അപ്ഡേറ്റും ഫ്രീ ആയിട്ട് തന്നെ ഞാൻ അവിടെ ഇടാറുണ്ട്. ഇതാണ് മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ബിങ്കെക്സിൽ നിങ്ങൾക്ക് ഇപ്പം ബൈബിറ്റിൻ്റെയൊക്കെ ഒരു ഹാക്കിൻ്റെ ഇഷ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അവർ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും നമ്മുടെ ഫ്യൂച്ചറിൽ എൻ്റെ കോപ്പി ട്രേഡ് നിങ്ങൾക്ക് കോപ്പി ചെയ്യണമെങ്കിലും നമ്മളുടെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിങ്കെക്സ് നല്ലൊരു എക്സ്ചേഞ്ച് തന്നെയാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് ബിങ്കെക്സിലാണ്. നമ്മളുടെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ $12,100 വരെയുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടും. അതെങ്ങനെയാണെന്നുള്ളത് താഴെ ബിങ്കെക്സിലെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ $1 മുതൽ $30 വരെയുള്ള മിസ്റ്ററി ബോക്സ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുള്ളത് ഇതിൽ പറയുന്ന ക്രൈറ്റീരിയ പോലെ നിങ്ങൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിങ്കെക്സിൽ രജിസ്റ്റർ ചെയ്യാം. നല്ല എക്സ്ചേഞ്ചാണ്. നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ മാസവും നമ്മൾ ഗീവകളും നമുക്ക് കിട്ടുന്ന ട്രേഡിംഗ് ഫീസ് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്ന രീതിയിലുള്ള ഗീവകളാണ് ചെയ്തു വരുന്നത്. നമ്മുടെ ഏകദേശം 5 ലക്ഷം ആൾക്കാരുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. സോ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തനിയെ പോയി രജിസ്റ്റർ ചെയ്താലൊന്നും നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. എല്ലാ മാസവും ട്രേഡിംഗ് കോമ്പറ്റീഷനും ഒക്കെ ചെയ്യുന്നതാണ്. സോ നിങ്ങൾ പറ്റുന്നവർ ബിങ്കെക്സിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ ഗൈസ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസും ഇങ്ങനെയുള്ള കാര്യങ്ങളും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിനെ പറ്റി കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ഇനി ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും, അതായത് ഇതിൻ്റെ ബിറ്റ്കോയിൻ്റെ അപ്ഡേറ്റ് ആയാലും അതുപോലെ അൾട്ട്കോയിനൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് BTC ഡോമിനൻസ് അതിൻ്റെ ടോപ്പ് ലെവലിൽ നിൽക്കുവാണ്. സോ ഒരു റിലീഫ് റാലി അൾട്ട്കോയിനിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വീക്കിലിയിൽ വരുന്ന 90K സ്വിംഗ് ലോയുടെ ഈ ഒരു എൻട്രി പോയിന്റ് മേ ബി ഇതിന് താഴെയൊക്കെ നമുക്കൊരു ഒരു ഒരു റീവിസിറ്റ് നമുക്ക് ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഏപ്രിലിൽ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്ത താരിഫിൻ്റെ ന്യൂസുകളൊക്കെ ഏപ്രിലിൽ വരുന്നുണ്ട്. സോ ആ ഒരു വാർത്ത മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു അരക്ഷിതാവസ്ഥയാണ്. സോ ഏപ്രിൽ വരെയൊക്കെ മാർക്കറ്റ് ഇങ്ങനെ തട്ടിയും തടഞ്ഞുമൊക്കെ പോവാം. ഏപ്രിൽ വരുന്ന ഈ ഒരു ന്യൂസിനെ പറ്റി നിങ്ങൾ അവെയർ ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോസ് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് താഴെ പറയുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ.